അപ്പോൾ മീനു അവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അവർക്ക് വളരെ സന്തോഷമായി. ആ, ഇനി നമ്മുടെ അടുത്ത് മാന്ത്രികനായ തണ്ണിമത്തനുണ്ട്. ഇനി നമുക്ക് ഒരു കഷ്ടപ്പാടിനെയും പേടിക്കേണ്ട ആവശ്യമില്ല. അവർ കുറച്ചധികം സമയം മരത്തോട് സംസാരിച്ചിരുന്നു. അതിനുശേഷം അവരവരുടെ വീടുകളിലേക്ക് തിരിച്ചുപോയി. അടുത്ത ദിവസം രാവിലെ തന്നെ കാട്ടിൽ വിചിത്രമായ ശബ്ദകോലാഹലങ്ങളുണ്ടായി. പിന്നെ മിന്നലോടെ ശക്തമായ മഴ പെയ്തു തുടങ്ങി. വാവ്, എന്തൊരു നല്ല കാലാവസ്ഥയാണ്! പക്ഷികളെല്ലാം അവരവരുടെ വീട്ടിലിരുന്ന് പുറത്തുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ആ മഴ മണിക്കൂറുകൾ പിന്നിട്ടിട്ടും അവസാനിച്ചില്ല. എല്ലാവരും പരിഭ്രാന്തരായി. അയ്യോ, വെള്ളം ഉയരാൻ തുടങ്ങിയിരിക്കുകയാണല്ലോ. ഈ നശിച്ച മഴ എന്താണോ എന്തോ നിലയ്ക്കാത്തത്. അപ്പോൾ ടീനുവിന്റെയും മീനുവിന്റെയും വീട് കാറ്റിൽ താഴേക്ക് വീണു. പിന്നെ വെള്ളത്തിൽ ഒഴുകാൻ തുടങ്ങി. ആരെങ്കിലും ഞങ്ങളെ രക്ഷിക്കൂ! ആരെങ്കിലും ഞങ്ങളെ രക്ഷിക്കൂ! അവർ ഒഴുകി തണ്ണിമത്തന്റെ മരത്തിന്റെ അടുത്തെത്തി. അവരുടെ വീട് മുഴുവനും മുങ്ങാൻ തുടങ്ങിയിരുന്നു. പക്ഷേ അപ്പോൾ പേടിക്കേണ്ട, ഞാൻ നിങ്ങളെ രക്ഷിക്കാം. തണ്ണിമത്തന്റെ മരം മാന്ത്രിക വിദ്യ കൊണ്ട് അതിന്റെ മുകളിൽ